ക്രിസ്മസ് ട്രീ. നമുക്ക് ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് ഇതുപോലത്തെ ഗ്രീൻ ഷീറ്റും റെഡ് ഷീറ്റും അതിലൊരു കാർഡ് സാധനം ഉണ്ടാക്കണം. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ചെറിയ സമയം പറഞ്ഞാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഫസ്റ്റ് നമ്മൾക്ക് മടക്കാൻ ചിരിപ്പാശ തേച്ച് വെച്ചെടുക്കണം. പശ തേച്ച് കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തുറന്നു നോക്കണം. ഇവിടെ നമുക്ക് നല്ലോണം പശ തേച്ച് ഒട്ടിക്കണം. നമുക്ക് ഇവിടെ ഇച്ചിരി പശ തേച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ സൈഡിലും അവിടെയൊക്കെ ആയിട്ട് നമുക്ക് സൈഡ് കോർണേഴ്സിൽ ഇങ്ങനെ ഗ്രീൻ കാണുന്നുണ്ടല്ലോ, അങ്ങനത്തെ നമ്മൾ കൂട്ടി ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് നല്ലോണം പശ വയ്ക്കാം. ഇപ്പുറത്ത് സൈഡിലൊക്കെ റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഒരു വലിയ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കണം. നമുക്കിനി മടക്കിയെടുക്കാം. നമുക്കിതുപോലെ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. നമ്മളിങ്ങനെ മടക്കിയില്ല കൂട്ടുകാരെ. നമുക്ക് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മുകളിൽ കൊടുക്കണം. നമുക്കിതുപോലെ ഇങ്ങനെ നല്ല രീതിക്ക് കൊടുക്കാം. ഇനി നമുക്കത് ഇങ്ങനെ തുറക്കണം. മടക്കി നോക്കാൻ തുറക്കണം. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ അടക്കി കൊടുക്കും. എന്നിട്ട് ഒരു മടക്കും കൂടി കൊടുക്കണം. നമ്മൾ എന്നിട്ട് അതുപോലെ തന്നെ തുറക്കണം. നമുക്ക് ഇങ്ങനെ സിക്സ് ആക്ക് പോലെ മടക്കാം.
അവിടെയൊക്കെ ഇട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 6 ഫുള്ള് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മടക്കണം കേട്ടോ. നമ്മൾ ഇത്രയും വെട്ടണം. ഇങ്ങനെ വെട്ടിയെടുക്കാം. നമ്മുടെ ഈ ചൂണ്ടുവിരലിൻ്റെ അളവിൽ നമുക്കിനി ഇവിടെ വെട്ടാം. അളവിലച്ചിട്ട് നമുക്ക് ഇറക്കി ചെറിയ രസമിട്ട് എത്തിയതാകെ എന്തൊക്കെ കാണിക്കണേ എടാ ചെറിയ വെച്ച് ചോട്ടാൻ നമ്മളങ്ങനെ കട്ട് ചെയ്യാൻ വീഡിയോ എടുത്തന്നില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ ഭാഗം കിട്ടിയായിരുന്നു. ആ ഭാഗത്തിന് നമുക്കിങ്ങനെ അതിൻ്റെ സൈഡിലേക്കായിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിക്കണം. തിരിച്ചരിച്ച് ഒട്ടണമെങ്കിൽ കേട്ടോ ഗൈസ്. നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടിക്കണം കേട്ടോ. ഇച്ചിരി പശ അയച്ചാൽ മതി, ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാനേ കഴിയുന്നുണ്ടാവില്ല. നമുക്കിതിനെ ഇച്ചിരി നീളം മാത്രം മതി. ഫസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പശ വെച്ചിട്ട് അടുത്ത വരുന്ന പീസ് ഇങ്ങനെ നീളനെ ഇപ്പൊ റെഡിയായി. അടുത്ത പീസ് എടുക്കാം. പശ തേക്കാം. പൊട്ടിക്കാം. നെക്സ്റ്റ് പീസ് അടുത്ത പീസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പീസ് ഏതാണ് നമുക്ക് നോക്കാം. നമ്മൾക്ക് അടുത്ത നമുക്ക് എടുക്കാം, തേക്കാം. അടുത്ത പീസ് കളർ വേറെ നമുക്ക് അടുത്ത പീസ് മതി. അവിടെ എത്തണില്ല. അടുത്ത പീസ് എടുക്കാം.
ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ഉള്ളിൽ തെച്ചിട്ട് പിന്നെ ഇപ്പുറത്തും അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ എല്ലായിടത്തും നല്ലോണം ഫില്ല് ചെയ്തിട്ട് ഒട്ടിക്കണം കേട്ടോ. അതാ അങ്ങനെ നമ്മൾ ഒട്ടിക്കുമ്പോൾ റെഡിയായി കിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. മറക്കണ്ടേ തീർത്തണ്ടേ? നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇതിങ്ങനെ നമുക്കിത് തുറന്നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ കിട്ടിയേക്കുന്നത്. ഇനി അതിന് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇച്ചിരി സ്റ്റാർ ഒന്നില്ലെങ്കിൽ വരക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഫൈനൽ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഡെക്കറേറ്റിങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇച്ചിരി സ്റ്റാർ, യെല്ലോ സ്റ്റാർ, ഇങ്ങനെ കുറച്ച് സ്റ്റാറൊക്കെ വരച്ച് കിട്ടണം. എനിക്ക് ഒരു സ്റ്റാർ, യെല്ലോ സ്റ്റാർ വേണം കേട്ടോ. ഒരു യെല്ലോ സ്റ്റാർ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റാർ വരച്ചിടണം. നമുക്ക് യെല്ലോയും റെഡൊക്കെയാണ് നമുക്ക് ഇനി യൂസ് ചെയ്യേണ്ടത്. റെഡ് യൂസ് ചെയ്യേണ്ടത്, റെഡിൻ്റെ കൂടെ റെഡ് യൂസ് ചെയ്യുന്നതല്ല. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ തെളിയണം അത്ര. നമുക്ക് സ്റ്റാർ വരച്ചിടാം. ഇഷ്ടമുള്ള സ്ഥലത്ത് വരച്ചിടാം കേട്ടോ. കുറച്ച് കളർ എടുത്തിട്ട് വരച്ചിട്ട് ഇനി വേറെ ഒരു സെറ്റ് കളർ എടുക്കാം. ചെടികളെടുക്കാം. സ്ലീവ് എടുക്കാലോ. സിൽവർ നന്നായിട്ടുള്ള ചെറിയ രീതിക്ക് വെച്ചെടുക്കാം. റീഡ് എടുക്കാൻ കുറച്ച് നല്ലോണം വരയ്ക്കുന്ന ആൾക്കാർക്ക്, സ്റ്റാർ നല്ലോണം വരയ്ക്കുന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയുണ്ടാവും സ്റ്റാറൊക്കെ വരയ്ക്കാൻ. കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഓറഞ്ച് എടുക്കാം. നമ്മൾക്ക് ഒരു വലിയ സ്റ്റാർ എടുത്തിട്ട് ഒരു യെല്ലോ കളർ സ്റ്റാർ കൂടെ ഉണ്ട്. ഒരു ഗോൾഡ് എന്ന് പറയാം. ഇതേപോലത്തെ ഒരു ചെറിയൊരു ഗോൾഡ് കളറുള്ള സ്റ്റാർ. ഒരു വലിയ സ്റ്റാർ നമുക്ക്
എൻ്റെ ഉണ്ടായിരുന്നു ചെറിയ സ്റ്റാർ. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിക്കാം. റെഡിൽ റെഡ് ഒട്ടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. വേറെ കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റാർസ് വരക്കാം. എൻ്റെ ഇപ്പോൾ സ്റ്റാർ അത്ര ഇല്ല. ഞാനൊരു ആൾ കണ്ടിട്ട് ചെയ്തേക്കുന്നതാണ് ശരിക്കും. ഒരു ചേച്ചി ചെയ്തിട്ട് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ഹിനാക്കൽവി 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ബ്ലാക്ക് സ്റ്റാർ നമുക്ക് വരക്കാട്ടോ. ബ്ലാക്കാണ് നമ്മുടെ നല്ല നന്നായിട്ട് കിട്ടുന്ന കളറ്. കുറച്ച് സ്റ്റാർസ് ഞാനിപ്പോൾ കുറച്ച് സ്റ്റാർസ് വരച്ചിട്ടുണ്ട്. തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്റ്റാർ ഇല്ലാത്തൊരു ചെറിയ സ്ഥലത്തുള്ളൂ നമുക്കൊരു ഫിനിഷിംഗ് അവിടെ നമ്മൾക്ക് കൊടുക്കാം. സ്റ്റാർ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഞാൻ സ്റ്റാർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടി വീഡിയോ അങ്ങനെ ഉണ്ട്. നമുക്കിവിടെ മേരി ക്രിസ്മസ് കൂടി എഴുതി തരാം. Merry Christmas. ഡാർക്ക് ചെയ്യാനായിട്ട് എൻ്റെ വേറൊരു സ്കെച്ച് എടുത്തിട്ട് നമുക്ക് അതിനെ ഇച്ചിരി ഡാർക്ക് ചെയ്യാം. നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്മസിൻ്റെ വന്നപ്പോൾ എൻ്റെ വേണ്ടിയിട്ടാണ് ഇത്ര കൊള്ളായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കളർ കൊണ്ട് ചെയ്യുന്നത്. അത്ര വേണ്ടിയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ മെറി നമുക്കൊന്ന് എഴുതി വെച്ചേക്ക് ഡാർക്ക് ചെയ്തേക്കാം. വന്നിട്ടുണ്ടെന്നാലും നമുക്കൊന്ന് ഡാർക്ക് ചെയ്തേക്കാം. Merry Christmas to all. അങ്ങനെ എഴുതണം. മേരി ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ നമുക്ക് ചെറിയൊരു കാർഡ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലൊക്കെ കൊടുക്കാം ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ.